സന എന്നാണ് പേര്. Now the thing is that are we going to share or are you going to take it separate? Because I'm going to take the barbecue one. Is the fish from the Black Sea region. Black Sea. Yeah, it's special of here. I've never tried myself this one. Okay, I've okay. tried the other one, but this is the first time. മൊത്തം ഡ്രസ്സ് ഉണക്കാനിട്ടതാട്ടോ. അത് എവിടെയാ നോക്ക്. ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് മെട്രോ. മെട്രോ എന്നല്ല എന്നെ വിളിക്കുക. രണ്ട് ഭാഗത്തും കയറുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടാവും. കാർഡ് വെച്ചിട്ട് കയറണം. ഇപ്പുറത്തൂടെയും കയറാം. പക്ഷെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ പിടിക്കും മിക്കവാറും. ഇവിടെ പാളം ക്രോസ് ചെയ്യാനോ ഇവിടെ ഗേറ്റോ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. എല്ലാവരും നോക്കി ക്രോസ് ചെയ്തോളാം. ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട്. ഈ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. അതാ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന നോക്ക്. പാളം ക്രോസ് ചെയ്യുന്ന നോക്ക്. അടിപൊളി. ഇങ്ങനെയാണ് റെയിൽ പാളം നടന്ന് ക്രോസ് ചെയ്യുക. ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടോ നോക്കിയാൽ മതി. ആരും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നിനും ഉണ്ടാവില്ല. ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് സേഫായിട്ടൊരു സ്ഥലവും നോക്കി നടക്കാം കേട്ടോ ഞാൻ. ഇവിടെ ഒരു കാരവൻ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ടതുപോലത്തെ പാർക്കാണെന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു സൈക്ലിസ്റ്റിനെ പരിചയപ്പെട്ടു. സൈക്ലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സൈക്കിളുണ്ട്. പക്ഷേ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസിൽ NGOസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതാണ് ആളുടെ സൈക്കിള്. ഡിന്നർ കഴിക്കാൻ വേണ്ടി എന്നെയും കൂട്ടി വന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റാണ്. നമ്മൾ വന്നിട്ട് ഫിഷ് സെലക്ട് ചെയ്യണം. ഇതാണ് ആള്. സന എന്നാണ് പേര്. Now the thing is that are we going to share or are you going to take it separate? Because I'm going to take the barbecue one. Yeah, we can barbecue. Barbecue? Yeah. Are we going to share or like? Yeah, sure. So this is like the one you see on the top. That's also from the sea. Okay, yeah, we can choose that. And this is also from the sea. Yeah, which one is more tasty? Which one is? Bana sorarsan çubuğa yediyseniz geçen köçek verin bir tane. Çubuğdan daha lezzetli olur. Az ızgara. Which one? Kişi yeter hatta. Only one is enough, right? Yeah, one is enough. Which one is more tasty? That one? We say that I never tried that one in Okay. Taze değil mi? Tabii çok güzel. Gerçekten çubuğdan daha lezzetli. Bu da bir çeşit bir yemek yani. Böylesi. Tam 1 kilo geldi biz. 200 lira yani. 200. İkiniz yersiniz ama. ഇത് സാൽമൺ. Şurada versen daha fazla. നല്ല ഫ്രഷ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. നമ്മളിവിടുന്ന് ഫിഷ് വാങ്ങാൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ കൊടുത്ത് അവർ ബാർബിക്യൂ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും പുറത്തേക്ക്. ആള് പേ ചെയ്യുന്ന പറയുന്നത്. അവിടെയുണ്ട് ഇതേപോലെ തന്നെ. ഫിഷ് മാർക്കറ്റിൽ ടോയ്സും വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൈ കൊണ്ടുണ്ടാക്കി. ഇവിടെയുണ്ട് ഫിഷ്. ഇതെന്തിനാണ് ഇലയൊക്കെ അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ 5-6 കൗണ്ടറുണ്ട്. നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. അവർ ക്ലീൻ ആക്കിയിട്ട് ബാർബിക്യൂ ചെയ്തിട്ട് കൊണ്ടുതരും. Şeylerde yani makine hayatında
ഹായ്. നമ്മൾ രണ്ടുപേരും സൈക്കിൾ ഉന്തി അങ്ങനെ നടക്കാണ്. ജസ്റ്റ് ഇവിടെ ഇരുന്നാൽ മതി, ഫിഷ് ഇവിടെ കൊണ്ടുതരും. അതാ മെട്രോ. പിന്നെ മെട്രോ എന്നാണോ ട്രാം എന്നാണോ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കമൻറ്റിംഗ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ ഇരുന്നാൽ ഫിഷ് ഇവിടെ കൊണ്ടുതരും. ദിസ് ഈസ് ദ പ്ലേസ്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ അവിടെ ഓർഡർ കൊടുത്ത് ഫിഷ് ഇതാ ഇവിടെ ടേബിളിൽ വന്നിട്ടുണ്ട്. ഇതാണ് സാധനം, ക്ലീനാക്കി വന്നിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ആ മാർക്കറ്റ് വെറുതെ തന്നെ കേട്ടോ. അവിടെ ഓർഡർ കൊടുത്ത സാധനം ഇവിടെ എത്തുന്നുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഹയാൽ തെഹ്വേസി. കാണുന്നുണ്ടോ? അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ലൊക്കേഷനിലാണ്, നല്ല പാർക്ക്. ഓക്കെ, ഇത് ചൂടണിയുന്നതിന് മുന്നേ ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ. ഇത് കഴിക്കാൻ ബ്രെഡ് ഉണ്ട്. വാട്ട് ഈസ് ദിസ്? ഓക്കെ, ബൈ ബൈ. What is this? This is, they call it misir ekmek. It comes from corn flour. Corn flour, Yes, okay. it's corn flour. And this is the fish from the Black Sea region. Black Sea. Yeah, it's special of here. I've never tried myself this one. Okay, I okay. tried the other one. This is the first time. Please. Okay, we can try. Okay, അപ്പം ഞാൻ കഴിച്ചിട്ട് വരാട്ടാ. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫിഷും പിന്നെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കഴിച്ചു. നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് കേട്ടോ. അത്യാവശ്യം ഫുള്ളാണ് ടേബിളൊക്കെ. ഓക്കെ, ഇനി ഞാൻ കാരവൻ ക്യാമ്പിങ്ങിലേക്ക് പോവുകയാണ്. ഇന്ന് അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പോയോക്കട്ടെ, അവിടെ സ്പേസ് ഉണ്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് മിക്കവാറും നല്ല ഫുള്ളായിരിക്കും. ലെറ്റ്സ് ഗോ. ഓ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഈവനിങ് ഒക്കെ ഇങ്ങനെ വന്ന്, വീക്കെൻഡും ആണ്, പെരുന്നാളിൻ്റെ ലീവാണ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ക്രൗഡുണ്ട്. ഷിപ്പുകൾ, അടിപൊളി അടിപൊളി. ഇവിടെ അടുത്തൊരു കാരവൻ പാർക്ക് ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. ഐ എം നോട്ട് ഷുവർ. ലെറ്റ്സ് സീ. വി ക്യാൻ ഗോ ദെയർ ആൻഡ് ചെക്ക്. Where's the bicycle? This is the cycling track. പക്ഷേ ആൾക്കാരൊക്കെ നടക്കുന്നത് സൈക്കിൾ ട്രാക്കിലൂടെ കേട്ടോ. വാവ്. ഇവിടെ ടെൻ്റ് അടിച്ചാലാ? ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ആരോ ആണെന്ന്. ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. Yes, this is the caravan park. ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ കാരവനൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാം. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ നോക്കട്ടെ, അതിൻ്റെ അടുത്ത് ടെൻ്റ് അടിക്കാം. ഹായ്. ഞാൻ ഇന്നലെ അലക്കിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് ഉണക്കാൻ ഇന്നലെ സ്ഥലം കിട്ടിയില്ല, സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ രാത്രി അത് ഉണക്കാനിട്ടിട്ട് ഉണങ്ങിയില്ല. അപ്പോൾ ഞാനിപ്പോൾ നല്ല വെയിലിങ്ങനെ വരുന്ന സമയത്ത് മൊത്തം ഡ്രസ്സ് ഉണക്കാനിട്ടതാണ് കേട്ടോ. അത് എവിടെയാ നോക്ക്, റോഡുമ്മല്. തുർക്കിയിലാണ്. പോലീസുകാർ കണ്ടാൽ ഞാൻ പോക്കുമ്പോ വേറെ ഓപ്ഷൻ ഇല്ല, ചെയ്യാം. ഒരു കണ്ട ഓരോ കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ അല്ലേ എന്ന് വിചാരിക്കാം.
എന്തായാലും ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. കപ്പാലി ഓട്ടോ പാർക്ക്. തുർക്കി യൂറോപ്പിലാണോ എന്ന് ചോദിച്ചാൽ യൂറോപ്പിലാണ്, യൂറോപ്പിലല്ലെന്ന് ചോദിച്ചാൽ യൂറോപ്പിലല്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. തുർക്കി ഏഷ്യയിലും പെടും യൂറോപ്പിലും പെടും കേട്ടോ. ഇറ്റ്സ് എ ബോർഡർ. നല്ലൊരു ഒന്നൊന്നര കയറ്റം കയറി വന്നാണ്, നല്ല ക്ഷീണം. അപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. നമ്മൾ ഈ എംബ്ലം കണ്ടിട്ടുണ്ടോ? ഞാൻ ഇത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പേര് ഇവിടെ അൽജിഡ എന്നാണ്. നമ്മുടെ നാട്ടിലെന്തായിരുന്നു ഇതിന്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ഇടും കേട്ടോ. ഇവിടുന്ന് ഒന്ന് ബോഡി തണുപ്പിക്കാൻ ഒരു ഐസ്ക്രീം മേടിച്ചു. ഇത് ബന്നിൻ്റെ ഷോപ്പാണ്. ഇവിടുത്തെ തുർക്കിഷ് ബ്രെഡ് ഇങ്ങനെ ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. കുറേ ബ്രെഡുണ്ട്. ഇനിയും മുകളിലേക്കാണ്. ഈ സിറ്റി മൊത്തത്തിൽ കയറ്റാൻ തോന്നുന്നു. ഇറക്കമൊന്നും കാണുന്നില്ല, കുറേ നേരമായി. എന്തായാലും മുമ്പോട്ട് തന്നെ പോട്ടെ. ഇവിടെ ഉള്ള ആളുകളൊക്കെ അപ്പുറം. അവിടെ ഒരു പ്രാവിൻ്റെ സ്റ്റാച്യു ഉണ്ടോ? ആ സ്റ്റാച്യുവിൻ്റെ കൂടെ കുറേ പ്രാവുകളും. ഈ കുന്നാണ് ഞാനിപ്പോൾ കയറിയത്. ഇനിതാ ഇറങ്ങുന്ന. ഊപ്പാട് ഇളകിപ്പോയി. മെല്ലെ നീങ്ങട്ടെ. കയ്യിലെ വെള്ളം തീർന്നല്ലോ, വെള്ളം വാങ്ങിക്കണം. വേറെന്താ വേണ്ടേ? തൽക്കാലം വെള്ളം മതി. ഇതാണ് മക്കളെ അങ്കാര, ആ കാണുന്നത്. അടിപൊളി വലിയ ടൗണാണ് അങ്കാര. കുറേ ഉണ്ട്, ഒരുപാട് ഏരിയയിലുണ്ട്. ഇവിടെയുള്ള ടൗണുകളൊക്കെ കുന്നിൻ്റെ മുകളിലാണ്. സാധാരണ ടൗണുകൾ നിരപ്പായിട്ടുള്ള സ്ഥലത്തൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇവിടുത്തെ കംപ്ലീറ്റ് കുന്നിൻ്റെ മുകളാണ്. എല്ലാ ബിൽഡിങ്ങും കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി സ്ഥലം. ഇസ്താംബുൾ എന്ന് പറയുന്നത് സീ ലെവലാണ്. അങ്കാര എന്ന് പറയുന്നത് കുറച്ച് ഉയരം കൂടിയ സ്ഥലമാണ്. ഇവിടുന്ന് ഇനി ഇസ്താംബുളിലേക്ക് ഇറങ്ങി പോകേണ്ടി വരുന്ന തോന്നുന്നത്. എങ്ങനെയാണെങ്കിൽ മനസ്സിലായി. 400 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്. 450 ഏകദേശം 450ൻ്റെ മുകളിലുണ്ട് ഇവിടുന്ന് ഇസ്താംബുൾക്ക്. ഇനിയിപ്പോൾ അങ്കാരയിലൊരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇന്നത്തെ അക്കോമഡേഷൻ്റെ കാര്യം ഇങ്ങനെ കൺഫേം ആയിട്ടില്ല, കൺഫേം ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും സമയമുണ്ട്. നാളെ പെരുന്നാളല്ലേ, പെരുന്നാളിൻ്റെ തിരക്കുകളാണ് ഇവിടെ കാണുന്നത് സ്ട്രീറ്റിൽ. എന്താ കഴിക്കുക? ഉച്ചക്ക് മര്യാദയ്ക്ക് ഒന്നും കഴിച്ചില്ല, മര്യാദയ്ക്കൊന്നും കിട്ടിയില്ല. അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കൊഫ്ത കഴിക്കണോ? കൊഫ്ത കഴിഞ്ഞ ദിവസം കഴിച്ചതല്ല. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്താലോ? ഏതെടുത്താലും 35, ഏതെടുത്താലും 35. 100 ഉണ്ട് കേട്ടാ, 35 കയറി എന്തെങ്കിലും ഒരു ടീഷർട്ട് എടുത്താലോ? എല്ലാവരും
എൻ്റെ ജേഴ്സി കണ്ട് പ്രാന്തായി ഉണ്ടാവും. പെരുന്നാളിനെങ്കിലും ഒന്ന് ജേഴ്സി മാറ്റിയിട്ട് നോർമൽ ഡ്രസ്സ് ഇടണോ? അവിടെ ഇഷ്ടംപോലെ ട്രാക്ക് സ്യൂട്ട് ഉണ്ടല്ലോ. ഹായ്. $29.95 14. ഇത് ഈ സാധനം ഉണ്ടാക്കുന്നതാണ്, അത് പൊട്ടിച്ച് തിന്നുന്നതാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന മെഷീൻ ഇതാണല്ലേ, ഉണ്ടാക്കില്ല ചൂടാക്കുകയാണ്. ഈ പച്ചകളൊക്കെ പാകിസ്ഥാനികളൊക്കെ ഇങ്ങനെ തിന്നുന്നതാണ്. അത് ജസ്റ്റ് വായിലിട്ടിട്ട് ഒരു നാക്കുണ്ട്, അതിലിങ്ങനെ കറക്റ്റ് കടിച്ചാൽ അത് പൊട്ടി വരും. എനിക്കറിയില്ല, എനിക്ക് 2 കൈയും വേണം അത് പൊട്ടിച്ച് തിന്നാണെങ്കിൽ. അത് സൺഫ്ലവറിൻ്റെ സീഡാണോ? പല സീഡും ഉണ്ട്. ഇതേ ഒരു കയ്യിൽ സൈക്കിൾ ഉന്തണം, കയറ്റവുമാണ്, വീഡിയോ എടുക്കണം, എല്ലാം കൂടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വീഡിയോ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും, ഒന്നും വിചാരിക്കരുത്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടാ. ഞാൻ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. ഒരു 2-3 കിലോമീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് മക്കളെ. ഇടൂ. ഓ, ചെയർ കാറുണ്ട്, കേബിൾ കാർ. എനിക്കൊന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ കേബിൾ കാറാണെന്നൊന്ന് യൂസ് ചെയ്യാം ഇങ്ങോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ് കേട്ടോ. ഡെസ്റ്റിനേഷനിലെത്തിയാണ്, പക്ഷെ ഇന്ന് ടെൻ്റ് അടിയല്ല. ഇന്ന് എനിക്കിവിടെ നമ്മുടെ മലയാളീനെ ഒരാളുടെ കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ പെരുന്നാളാണ്, അപ്പോൾ ഒരുപാട് സന്തോഷം. മലയാളി മറ്റേ ടെൻ്റ് അടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് എന്ത് പെരുന്നാൾ. എന്തായാലും നാളെ ഒരു നാടൻ ഫുഡ് കഴിക്കാമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ്, അറിയില്ല. എന്തായാലും അടിപൊളി. ഇതായി കാണുന്ന ഫ്ലാറ്റിൽ, എന്തായാലും ഈ കാണുന്ന ഫ്ലാറ്റിൽ, ഈ 3 ഫ്ലാറ്റിൽ ഏതോ ഒരു ഫ്ലാറ്റാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ആള് എത്തിയിട്ടില്ല, ആള് പുറത്താണുള്ളത്. അപ്പം ഞാനിങ്ങനെ ആളെയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ സൈക്കിൾ ഇതങ്ങനെ, ഈ അങ്കാര എന്ന് പറയുന്നത് ഫുള്ള് ക്ലൈംബാട്ടോ. ക്ലൈംബിൻ്റെ ഒരു കളിയാണ്. ഇസ്താംബൂൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു.